ലൈവിൽ ഇപ്പൊ അർജുനും ശ്രീതുവും ജാസ്മിനൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അർജുൻ ശരിക്കും മടുത്തിട്ടാണ് ഇരിക്കുന്നത്. അപ്പൊ അർജുൻ പറയുന്നുണ്ട് നന്നായിട്ട് തന്നെ മടുത്തു. ആ ടാസ്കിൽ 2 മണിക്കൂറിനടുത്ത് നിന്നിട്ടുണ്ടായിരുന്നില്ലേ ആ ടാസ്ക് കളിച്ചതുകൊണ്ട്. അതുകൊണ്ട് തന്നെ ബോഡി ഫുള്ള് വീക്കായി. അപ്പൊ നല്ല പെയിൻ ഒക്കെ ഉണ്ട് അർജുൻ. ഫുള്ള് ബോഡി ഡാമേജ് ആയിരിക്കുകയാണ്. എവിടെയാണ് ചൂട് വെക്കേണ്ടതെന്ന് അറിയില്ല. എല്ലായിടത്തും വെക്കണം എന്നൊക്കെ പറഞ്ഞ് ചൂടൊക്കെ വെച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് അടുത്ത ടാസ്ക് ചെയ്യാതിരുന്നെന്ന് അർജുൻ പറയുന്നുണ്ട്. കാരണം ആദ്യത്തെ ടാസ്കിൽ അത്രയും നേരം നിന്നിട്ട് ഒരു പോയിന്റ് അല്ലേ കിട്ടിയത്. അപ്പൊ ജാസ്മിൻ പറയുന്നുണ്ട് ശരി അത്രയും കഷ്ടപ്പെട്ടിട്ട് എന്താണ് അത് ഒരു പോയിന്റ് അല്ലേ കിട്ടിയെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴാണ് അർജുൻ പറയുന്നത് അതെ അതിലൊരു പോയിന്റ് ആലോ കിട്ടിയത്, അതുകൊണ്ട് തന്നെ അടുത്ത ടാസ്കിൽ എന്നെ കൊണ്ട് പറ്റില്ലായിരുന്നു ചെയ്യാനെന്നുള്ളത്. അപ്പൊ അർജുൻ അതിട്ട് പറയുന്നുണ്ട് അത്രയും ചെയ്തിട്ട് ഒരു പോയിന്റ് കിട്ടുള്ളൂ, ഒന്നും ചെയ്യാതെ തന്നെ 3 പോയിന്റ് കിട്ടിയെന്നൊക്കെ. ഒരു കണക്കിന് അത് അർജുൻ്റെ ഒരു ഗെയിമായിരുന്നു. കാരണം ഒട്ടും പറ്റില്ലാണ്ടിരിക്കുവാണ്. പിന്നെ വീണ്ടും അതിൽ എഫോർട്ട് ഇട്ട് ചെയ്യാൻ വയ്യായിരുന്നു. അങ്ങോട്ട് പോയി അത് ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ച് ഇങ്ങോട്ട് വന്ന് അറ്റാക്കും ചെയ്യും, പോയിന്റ് ഒത്ത് കിട്ടുകയില്ല. അപ്പൊ സ്കോർ കൂടുതൽ കിട്ടാൻ വേണ്ടി ആ ഒരു ഗെയിം അങ്ങനെയും കളിക്കാം. അപ്പൊ ആ ഗെയിം എങ്ങനെയാണെങ്കിലും കളിക്കാം. അപ്പൊ കുറെ പേര് പറയുന്നുണ്ട് ഒന്നും കളിക്കാതെ നിന്നു അങ്ങനെ ചുമ്മാ കിട്ടിയെന്നൊക്കെ. ഗെയിം ഓൾറെഡി എങ്ങനെ വേണമെങ്കിലും കളിക്കാം എന്നുള്ളത് ബിഗ് ബോസ് പറഞ്ഞിട്ടുണ്ട്. ഗ്രൂപ്പ് ചേർന്ന് കളിക്കാം എന്നുള്ളതൊക്കെ. അവരുടെ ബോഡിയിൽ അത് വരാണ്ടിരിക്കാൻ നോക്കുക എന്നുള്ള രീതിയിലാണ് അപ്പോൾ അർജുൻ അവിടെ നിന്നത്. നൈറ്റ് ആയിട്ട് ഭയങ്കര വേദനയായിട്ട് ജിൻഡോ സ്ട്രെച്ച് ഒക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ടായിരുന്നു അർജുന. ഇങ്ങോട്ട് ആരെങ്കിലും അറ്റാക്ക് ചെയ്യാൻ വന്നിരുന്നെങ്കിൽ എന്തായാലും അർജുൻ ആ രീതിയിൽ തന്നെ കളിച്ചേനെ. ശ്രീതു പിന്നെ ഇന്ന് നന്ദനോടുള്ള കലിപ്പ് ഫുള്ള് തീർത്തിട്ടുണ്ടായിരുന്നു. നല്ല അടിപൊളിയായിട്ടായിരുന്നു ശ്രീതുവിന്റെ ഒരു പ്രകടനം. ശ്രീതു ആ ഗെയിമിൽ ശ്രീതുവിന്റെ ഒപ്പം തന്നെ നന്ദനെ ഔട്ടാക്കുകയും ചെയ്തു. നല്ല ഫയർ ആയിട്ടായിരുന്നു ശ്രീതു കളിച്ചിട്ടുണ്ടായിരുന്നത്. ആ ഗെയിമിൽ ഇന്ന് ശരിക്കും പറഞ്ഞാൽ അടിപൊളിയായത് ശ്രീതുവിന്റെ ഒരു പെർഫോമൻസ് തന്നെയായിരുന്നു. ശ്രീതുവിന്റെ പെർഫോമൻസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ?